നമസ്കാരം. ഇന്ന് നമ്മളെ ഒരു നല്ല തലയിൽ തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെച്ചമായ ഔഷധക്കൂട്ട് തയ്യാറാക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാരിലും കാണപ്പെടുന്ന ഒന്നാണ് അകാല നര, അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ഇടയിൽ ഈ താരൻ്റെ ശല്യം, പേൻ ശല്യമൊക്കെ വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പം പഴയ കാലത്ത് നമ്മുടെ അമ്മമാർ ഉപയോഗിച്ചിരുന്ന കൂട്ടുകളൊന്നും ഇപ്പം നമുക്ക് ലഭിക്കുന്നില്ല. പലതരത്തിലുള്ള വെളിച്ചെണ്ണകളെ നമുക്ക് കാച്ചിയ വെളിച്ചെണ്ണകളും മറ്റുമൊക്കെ ലഭ്യമാണെങ്കിലും മുടിക്ക് ആരോഗ്യപ്രദപരമായിരിക്കുന്ന ഒരു പാരമ്പര്യ കൂട്ടാണ്. എത്രയൊക്കെ നമ്മൾ മാറിയെന്ന് പറഞ്ഞാലും നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന, നമ്മുടെ തലമുറ എന്ന് പറയുന്ന ഒരിക്കലും മാറുന്നില്ലല്ലോ. ഈ ഭൂമി തന്നെയല്ലേ നമ്മൾ വസിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ട് ഒരു കൂട്ടം ഔഷധങ്ങളെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഔഷധമാണ് പ്രസാരണി എന്ന് പറയുന്നത്. പ്രസാരണി എന്ന് പറയുന്ന ചെടി, ഇത് മുടിനീളി എന്ന് മലയാളത്തിലൊരു പേരും കൂടെ ഇതിനുണ്ട്. പ്രസാരണി വളരെ ശ്രേഷ്ഠമായ ഒരു ഔഷധമാണ്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ പ്രസാരണിക്ക്. അപ്പോൾ ഇത് നമ്മുടെ പുരയിടത്തിലെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമ്മളിത് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന്, അതായത് കൃഷി ചെയ്യുന്ന പുരയിടങ്ങളിൽ തന്നെ വളരുന്നതായിരിക്കണം. മറ്റേ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വെറൈറ്റികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കരുതണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെച്ചേക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ അലോവേരയാണ്. അപ്പോൾ ഓരോ ഔഷധത്തിനും ഓരോ കൂട്ടിനും പ്രത്യേകപരമായിട്ട് നമുക്ക് എത്ര ഇത് വേണം എന്ന് കരുതി വേണം നമ്മൾ ഇത് തയ്യാറാക്കാൻ. അളവ് എത്ര വേണമെന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് നമ്മുടെ പൂവാങ്കുരുനില എന്ന് പറയുന്ന ചെടിയുടെ ഒരു ഭാഗമാണ്. പൂവാങ്കുരുനില എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് സുലഭകരമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് പൂവാങ്കുരുനില. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന പ്രസാരണി നമ്മൾ 3 കഴഞ്ചെടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പൂവാങ്കുരുനില എന്ന് പറയുന്നത് ഒരു കഴഞ്ചായിരിക്കണം. അപ്പോൾ അതായത് 5 ഗ്രാം 6 ഗ്രാം വരും ഒരു കഴഞ്ച് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ഒരുപക്ഷെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത അന്യം നിന്ന് പോയ ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കും ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാവത്തില്ല, കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ പേര് പാച്ചോറ്റി എന്നാണ്. പഴയ കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഈ പല സ്ഥലങ്ങളിലും കാവുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒന്നാണ് പാച്ചോറ്റി. പാച്ചോറ്റിയുടെ ഇല നമുക്ക് ഇപ്പം അവൈലബിൾ അല്ല, പാച്ചോറ്റി മരം. അപ്പോൾ ഈ പാച്ചോറ്റി എന്ന് പറയുന്നതാണ് വില്യം പാച്ചോറ്റാതി എണ്ണയ്ക്കൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുന്ന ഒരു ഔഷധമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനം. ഇതിന് പൂവുണ്ട്, അത് കാണുന്ന വെളുത്ത പൂവ് ധാരാളം ഉണ്ട് ഇതിന്. ഈ ഇലയ്ക്ക് ഒരു പ്രത്യേകപരമായ ഒരു സുഗന്ധവും അതോടൊപ്പം തന്നെ ഇതിന് നല്ല ഔഷധ ഗുണവും ഉള്ളതാണ്. ഇത് വളരെ അമ്ലാംശമുള്ള ഒരു തലയ്ക്ക്, മുടിക്ക് നല്ല ശീതളീമയും അതോടൊപ്പം കറുപ്പും അതേപോലെ നല്ല അഴകും നൽകുന്ന, മുടിക്ക് നല്ല നേർമയും നൽകുന്ന ഒരു ഔഷധമാണ് ഈ പാച്ചോറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഒന്നാണ് നമ്മൾ പറയുന്നത്, ഇതിന് ചങ്ങലം പരണ്ട എന്നാണ് പറയാം. അതായത് ഉളുക്ക്, പെടലി വേദന, അതേപോലെ നെറ്റിയിലുണ്ടാവുന്ന മറ്റ് കറുപ്പ്, തലയ്ക്കുള്ളിലുണ്ടാവുന്ന താരൻ്റെ ശല്യങ്ങൾ, പേൻ ശല്യങ്ങളെയൊക്കെ ഒഴിവാക്കാനും ഇത് വളരെ നല്ലതാണ്. ഇത് പ്രധാനമായിട്ട് വാട്ടിപ്പിഴിഞ്ഞതിന് നീരെടുത്ത് നമ്മൾ സന്ധികളി വേദനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. വേദന സംഹാരിയാണ്. അതോടൊപ്പം തന്നെ കൃഷ്ണ തുളസി. അപ്പോൾ ഇത് ഓരോന്നും ചെറിയ മരുന്നുകൾ, ചിലത് ഒരു കഴഞ്ച് വീതം, മറ്റുള്ളവ തൊട്ടടുത്ത് ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഭൃംഗരാജൻ അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഭൃംഗരാജൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണ്ടുന്നത് 2 കഴഞ്ചാണ്. ഒരു 2 ലിറ്റർ എണ്ണയ്ക്ക് ആവശ്യമായ മരുന്നുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് കയ്യുണ്യം, കയ്യെണ്ണ എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും. അതിനോട് ചേർന്ന് കാണുന്ന ഒന്ന് മുക്കുറ്റിയാണ്. മുക്കുറ്റി ഇവിടെ ഇച്ചിരി കുറവാണ്, ഒരു 3-4 മുക്കുറ്റിയും കൂടെ നമ്മൾ കരുതണം. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഇലയാണ്, നമുക്കറിയാമല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലയാണ്. നമുക്കറിയാം നീർവീഴ്ച, കഫശല്യം, അതേപോലെ തലവേദന തുടങ്ങിയ സംഗതികൾക്ക് ഒന്ന് അരച്ച് നെറ്റിയിലിടുകയോ അല്ലെങ്കിൽ ആ വെള്ളത്തിലിട്ട് ആവി പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പനിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഭേദമാകുന്ന ഒന്നാണ്. ഇതിന് പല പേരുകളും നമ്മൾ നൽകുന്നുണ്ട്. വളരെ നല്ല ഒരു ശുദ്ധമായ ഔഷധമാണ്. ഈ ഔഷധത്തിന് പ്രധാനമായിട്ട് ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇത് വളരെ സുഗന്ധ തരുന്ന ഒരു ഔഷധമാണ്. ഒപ്പം തന്നെ ഇതിന് വളരെ നല്ല ഒരു
പ്രയോഗശേഷിയും ഉണ്ട്. പെട്ടെന്ന് തന്നെ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനും മറ്റുമൊക്കെ ഇത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ്. പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ ഈ ഔഷധം വളരെ പ്രചാരം ഉള്ളതാണ്. ഇതിന് പല പേരുകളും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ തരത്തിലുള്ള ശിരോസംബന്ധമായ അസുഖങ്ങൾക്കും ഒപ്പം ദേഹസംബന്ധമായ അസുഖങ്ങൾക്കും പെടലിക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഔഷധമാണ്. കഫദോഷം, പനിക്ക് ഇത് വളരെ ഉത്തമമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്ന ഒന്നാണ് ചന്ദനം. ഒറിജിനൽ ചന്ദനമാണ്. നമ്മൾ ടാക്സ് കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നവയാണ്. ഇവയ്ക്ക് പിന്നെ ഒരു 100 ഗ്രാമിനൊക്കെ ഏകദേശം ഒരു 250-300 രൂപയിലൊക്കെ മേളിൽ വില വരും. വളരെ നല്ല ഒരു ഔഷധമാണ് ചന്ദനം തലയ്ക്ക് നല്ല തണുപ്പും അതേപോലെ തന്നെ നല്ല ഒരു ഗുണങ്ങളും തരുന്ന, കണ്ണിന് കുളിർമയും കണ്ണിൻ്റെ കാഴ്ചാശക്തിയൊക്കെ അതിന് മേന്മ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഔഷധമാണ്. ഇവയെല്ലാം ചേർത്ത് നമുക്കൊരു വെളിച്ചെണ്ണ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരച്ച് ഒപ്പം അടർത്തേണ്ട അതും ചേർത്ത് മിക്സ് ചെയ്ത് നല്ലൊരു എണ്ണക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മരുന്നുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇത് പഴയ കാലത്ത് നമ്മൾ നന്നായിട്ട് അരച്ചൊക്കെ കൽക്കമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ആയതുകൊണ്ട് അത് വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ വാങ്ങി ഇതിനോടൊപ്പം ഇത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആണ് ഇത് കാച്ചിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഔഷധങ്ങൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലുള്ള ഒരു നമ്മളിപ്പോൾ ഈ വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതിന് വേണ്ടി ഉരുളി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പം പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓട്ടുരുളിയിലാണ് എണ്ണ കാച്ചുന്നത്. ഇപ്പോൾ നമുക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ തയ്യാറാക്കി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിക്കുക. ഞാൻ തയ്യാറാക്കുന്ന ഒരു 2 ലിറ്റർ വെളിച്ചെണ്ണയാണ്. നമുക്കിത് എത്ര വലുതായിട്ട് വേണമെങ്കിലും എത്ര കൂട്ടി വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. നമ്മളെ ശുദ്ധമായ ആ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു. ഉരുളിയിൽ നിന്ന് എണ്ണ ഇങ്ങനെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിന് നല്ലൊരു സുഗന്ധമുണ്ട്. ആ വെളിച്ചെണ്ണയുടെ ആ മൂക്കുന്നതിൻ്റെ നല്ലൊരു സുഗന്ധം നമുക്ക് വരുന്നുണ്ട്. ഏകദേശമൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ പച്ചില നമ്മുടെ ഈ മരുന്ന് ഔഷധക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അതിനകത്തുള്ള ആ പച്ച ഔഷധ ഗുണങ്ങളെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാകുമ്പോൾ വരെ അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം പച്ചപ്പിൽ അത് നന്നായിട്ട് അതിൻ്റെ ആ ഔഷധ ഗുണങ്ങളെല്ലാം എണ്ണയിലേക്ക് ഇങ്ങനെ വെന്ത് ഇറങ്ങുകയാണ്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണയിൽ ഏകദേശമൊക്കെ അത് നന്നായിട്ട് ചേർന്ന് വരുന്നുണ്ട്. അപ്പം മരുന്നുകളൊക്കെ ഇങ്ങനെ ചന്ദനമൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഒപ്പം നമുക്ക് കുറച്ച് പൊടിമരുന്നുകളെ അതിനോട് ചേർക്കാം. 5 ഗ്രാം വീതം ഞാൻ പറയുന്ന പൊടിമരുന്നുകൾ അതിൻ്റെ കൂടെ നമുക്ക് ചേർത്തെടുക്കാം. അതിലൊന്ന് കുരുമുളക് പൊടിച്ചതാണ്. പിന്നെ നല്ല ഏലക്ക, വിഷമേ ഇല്ലാത്ത ഏലക്ക പൊടിച്ചത്. പിന്നെ ജാതിപത്രി അതും ചേർത്തിട്ട് കുരുമുളക്, ഒരു നല്ല കുരുമുളക്, നന്നായിട്ട് കാഞ്ഞ് ഉണങ്ങിയ കുരുമുളക് അത് ചേർത്തിട്ട് 5 ഗ്രാം വീതം നമുക്ക് എടുത്തിട്ട് ഈ മരുന്നിനോടൊപ്പം നമുക്ക് ചേർക്കാം. അങ്ങനെ ഈ മരുന്നുകളൊക്കെ നമുക്കിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ആ ഒരു തിളപ്പിലെ വളരെ നല്ല ഹൃദ്യമായൊരു സുഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വളരെ നല്ല സുഗന്ധമാണ്. നല്ല ഒരു തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓർമ്മക്കുറവ്, അതേപോലെ പെട്ടെന്ന് പനിയുണ്ടാകുന്ന കുട്ടികൾ, അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതിനോട് താല്പര്യമില്ലാതെ പെട്ടെന്ന് പഠനത്തിൽ നിന്നും മാറിപ്പോവുക, ഓർമ്മക്കുറവ് സ്ഥിരം സംഭവിക്കുക, കൈക്കും കാലിനും ഒക്കെ ഉണ്ടാകുന്ന ഓരോ വേദനകളൊക്കെ, ഇതെല്ലാം ശിരോസംബന്ധപരമായ പല പ്രശ്നങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ ഈ കഫം മുതലായിട്ടുള്ള സംഗതികളൊക്കെ കൂടുന്നതുകൊണ്ടും കുട്ടികളിലായി കാണുന്ന ബ്രോങ്കൈറ്റിസ്, ഇസ്നോഫീലിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഈ പറഞ്ഞേക്കുന്ന തലവേദന മുതലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ല ഒരു ഔഷധക്കൂട്ടാണ് ഇത്. തയ്യാറാക്കിയെടുക്കുക.
ഇതെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു അല്പം ഒരു പച്ചക്കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക. ഒരു 6 ഗ്രാം 7 ഗ്രാം പച്ചക്കർപ്പൂരം നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. പച്ചക്കർപ്പൂരം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വളരെ നല്ല ഒരു ഔഷധക്കൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാം. എല്ലാവരും അതിൻ്റെ റിസൾട്ട് നോക്കുക. ഒപ്പം ഈ വീഡിയോ അടുത്ത ഒരു ഔഷധ കൂട്ടുമായിട്ട് നമുക്ക് എണ്ണ കാച്ചുന്ന ശരീര സംബന്ധമായിട്ടിരിക്കുന്ന ഒരു ഔഷധക്കൂട്ടുമായിട്ട് നമുക്ക് വരാം. തീർച്ചയായും എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോഴേക്ക് വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മുമ്പേ കാണുവാൻ സാധിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുക. തീർച്ചയായിട്ടും പ്രോത്സാഹനം ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ലൊരു സുഗന്ധമാണ് ഇതിൽ നിന്നും വരുന്നത്. അതിനോടൊപ്പം ഇനി ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് നമ്മൾ കൽക്കം എന്ന് പറയുന്ന അരച്ച് കുറുക്കി, അതായത് കരിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് കുറച്ചുകൂടെ മെച്ചമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എണ്ണ ഒരുപാട് നമ്മൾ കരിക്കരുത്. അതേപോലെ തന്നെ ഒരുപാട് എളുപ്പമായിട്ട്, അതായത് ഒരുപാട് മുമ്പേ നമ്മൾ എടുക്കുകയും ചെയ്യരുത്. ഇതിനകത്തിപ്പോൾ ഈ കാണുന്ന ഒരു കരി ഒരു മോഡലിലേക്ക്, അതായത് കരിക്കട്ടയായിട്ട് വരരുത്. നന്നായിട്ട് ഉണങ്ങിയ കരിയിലയുടെ കളറാവുന്നിടം വരെ നമ്മൾ ഇളക്കുക. നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഒരു തോർത്ത് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഇത് അരിച്ചെടുക്കാം. ഒരു കാരണവശാലും എണ്ണ ചൂടോട് കൂടിയിട്ട് ദേഹത്ത് തേക്കുകയോ അല്ലെങ്കിൽ തലയിൽ തേക്കുകയോ ചെയ്യരുത്. നന്ദി, നമസ്കാരം.